ഒറ്റക്കെട്ടായി കേരളം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോഴും കേരളത്തിൻ്റെ മാനവികതയും സാമൂഹ്യ ബോധവുമെല്ലാം ഉയർത്തിപ്പിടിച്ച ഇടപെടലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എല്ലാ വിഭാഗങ്ങളും അവരുടേതായ കഴിവുകളെ ഇക്കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുന്നതാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങളും ഫലപ്രദമായി അവിടെ ഏകോപിതമായി പ്രവർത്തിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചെന്ന് അവിടെ എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള സർവകക്ഷി സമ്മേളനം ഉൾപ്പെടെ സംഘടിപ്പിച്ചു. പൊതുവെ എല്ലാവരും വളരെ മതിപ്പോടുകൂടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെ കണ്ടത്. കേന്ദ്ര സേനകളും അതിൽ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ കൂടിയിരിച്ചു. കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫയർഫോഴ്സും പോലീസും മുമ്പ് തന്നെ എത്തിച്ചേർന്നിട്ടുള്ള NDRF ഉൾപ്പെടെയുള്ള വിഭാഗം അസാധ്യമായ രീതിയിലുള്ള ഏകോപനത്തോടു കൂടിയാണ് ഈ മഹാദുരന്തത്തെ പ്രതിരോധിച്ചത്. പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വിവിധ തോതിലുള്ള സാമ്പത്തിക സഹായം അതിനാവശ്യമായി വരുമെന്നെല്ലാവർക്കും അറിയാം. അതിനായി എല്ലാ പാർട്ടി ഘടകങ്ങളും അവരുടേതായ സംഭാവന നൽകണം എന്നിപ്പോഴും പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പാർട്ടി സെൻട്രൽ കമ്മിറ്റി ദേശീയ അടിസ്ഥാനത്തിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായി ത്രിപുരയിലെയും തമിഴ്നാട്ടിലെയും പാർട്ടി 10 ലക്ഷം വീതം ഇപ്പോൾ തന്നെ നൽകുന്ന നില ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിന് ജനങ്ങൾക്കിടയിൽ നല്ല ക്യാമ്പയിൻ നടത്തുന്നതിന് പാർട്ടി നിശ്ചയിച്ചു. ആഗസ്റ്റ് 10, 11 തീയതികളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും സന്ദർശിച്ച് ഫണ്ട് പിരിവ് എന്നുള്ളതല്ല, ഓരോരുത്തരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകണം എന്ന ക്യാമ്പയിൻ ആഗസ്റ്റ് 10, 11 തീയതികളിൽ സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ കേന്ദ്ര മന്ത്രി അമിത് ഷായുടെ പ്രസ്താവന മാത്രമാണ് കേരളത്തിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായി പ്രകൃതി ദുരന്തത്തെ നേരിടുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രാഷ്ട്രീയ പ്രേരിതമായ പ്രസ്താവന അമിത് ഷായുടേത് മാത്രമായിരുന്നു. പരസ്പരം യോജിച്ചു നിന്ന് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് അവിടെയുള്ള ഓരോ മനുഷ്യൻ്റെയും ജീവൻ കണ്ടെത്താനും ഓരോരുത്തരെയും മണ്ണിനടിയിൽ നിന്നുൾപ്പെടെ നദിയിൽ നിന്നുൾപ്പെടെ വീണ്ടെടുക്കാനും
സാധിക്കേണ്ട സമയത്ത് ഇത്തരം തെറ്റായ സമീപനങ്ങൾ ആരെയും സഹായിക്കുന്ന ഒന്നല്ല എന്നെല്ലാവർക്കും അറിയാം. ദുരന്തമുണ്ടായ ഈ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ പ്രയോഗിച്ചത്. അതായത് 115 മില്ലിമീറ്ററിനും 204 മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ ആദ്യത്തെ 24 മണിക്കൂറിൽ 200 മില്ലിമീറ്ററും അടുത്ത 24 മണിക്കൂറിൽ 372 മില്ലിമീറ്ററും മഴയാണ് അവിടെ പെയ്തത്. ആ പ്രദേശത്ത് വലിയ രീതിയിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മഴയാണ് ലഭിച്ചത്. അതായത് 48 മണിക്കൂറിൽ 572 മില്ലിമീറ്റർ മഴ പെയ്തു എന്നർത്ഥം. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷകരുടെ കണക്കിനെ എല്ലാം പിന്നിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള മഴയാണ് അവിടെ ഉണ്ടായത്. ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രദേശത്ത് റെഡ് അലർട്ട് പോലും ഇല്ലായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഉരുൾപൊട്ട് ഭീതിജനകമായ രീതിയിൽ ഉണ്ടായതിന് ശേഷമുള്ള രാവിലെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യഥാർത്ഥത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. അതേപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് കേന്ദ്ര ഏജൻസിയായ ഈ സ്ഥാപനം ജൂലൈ 23 മുതൽ 28 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു ദിവസം പോലും അതിശക്തമായ മഴ പെയ്യും എന്ന് പറഞ്ഞിട്ടില്ല. ജൂലൈ 29 ഉച്ചക്ക് 1 മണിക്ക് നൽകിയ മുന്നറിയിപ്പിൽ വയനാട് ജില്ലക്ക് ഓറഞ്ച് അലർട്ടാണ് അവർ പ്രഖ്യാപിച്ചത്. അവരും ഉരുൾപൊട്ടിയതിന് ശേഷമാണ് ഇത്തരം മുന്നറിയിപ്പുകൾ നൽകിയത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 2 മണിക്ക് നൽകിയ മുന്നറിയിപ്പിൽ പച്ച അലർട്ടാണ് നൽകിയത്. 30-നും 31-നും അതുതന്നെയായിരുന്നു അവസ്ഥ. കേന്ദ്ര സർക്കാർ ഏജൻസിയായ കേന്ദ്ര ജല കമ്മീഷനാണ് പ്രളയ മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദപ്പെട്ട മറ്റൊരു സ്ഥാപനം. എന്നാൽ ജൂലൈ 23 മുതൽ 29 വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ ഇവിടെ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കേരള സർക്കാർ മുൻകൂട്ടി തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ NDRFൻ്റെ സഹായം വേണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ NDRF നേരത്തെ തന്നെ ഇവിടെ എത്തിയത് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചാണ്. മാത്രമല്ല റെഡ് സോണിൻ്റെ ഭാഗമായി
പ്രഖ്യാപിച്ച ഇടങ്ങളിലെല്ലാം മുന്നറിയിപ്പ് നൽകിയ സ്ഥലത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ ആഘാതം, അപകടങ്ങൾ കുറക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദുരന്തം നടന്ന ഈ പ്രദേശത്തിൻ്റെ പ്രഭവ കേന്ദ്രം മാറ്റിപ്പാർപ്പിച്ചെടുത്തു നിന്നും ഏതാണ്ട് 6-7 കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ദുരന്തം ഒഴിവാക്കാൻ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളെ ലോകമെമ്പാടും ഒന്നായി നേരിടുന്നതിനുള്ള പ്രവർത്തനമാണ് ഉണ്ടാവേണ്ടത്. അത് യഥാർത്ഥത്തിൽ അമിത്ഷായുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് കാണാൻ കഴിയും. പ്രകൃതി ദുരന്തം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത്തരം പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപപ്പെടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. പരിഹരിക്കാൻ ആവശ്യമായ നിരവധി തലങ്ങളിലൂടെ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ നമുക്ക് കൈവരിക്കാൻ കഴിയും. CAGയുടെ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള പരിശോധന ഈ സംവിധാനത്തിന് ഉണ്ട്. വരവിനും ചെലവിനുമെല്ലാം കൃത്യമായ കണക്കും അറിയാനുള്ള സംവിധാനവും ഇപ്പോൾ തന്നെ ഉള്ളതാണ്. വസ്തുത ഇതായിരിക്കെ സങ്കുചിത ലക്ഷ്യത്തോടെ ഈ മേഖലയിൽ നടത്തുന്ന പ്രചാരവേല, കള്ളപ്രചാരവേല, അത് അവസാനിപ്പിക്കണം എന്നാണ്, അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ യോജിച്ച് നിൽക്കുകയാണ് കേരളത്തിൻ്റെ ഒരു സംസ്കാരം. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളും, ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ, നേരത്തെ പറഞ്ഞ സേന, പോലീസ്, NDRF, ഫയർഫോഴ്സ്, ഇതിൻ്റെ എല്ലാം ഒപ്പം ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ കൂടി ചേർന്നാണ് ഇപ്പോഴും അവിടെ ഫലപ്രദമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ നടത്തേണ്ടുന്ന സമയം 24ാം പാർട്ടി കോൺഗ്രസ്. അതിൻ്റെ മുന്നോടിയായി പാർട്ടി സമ്മേളനത്തിൻ്റെ ഷെഡ്യൂൾ അംഗീകരിച്ചിരിക്കുകയാണ്. ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിലും ഏരിയ സമ്മേളനങ്ങൾ നവംബറിലും, ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബർ, ജനുവരിയിലും, സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിലും, പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ ആദ്യം തമിഴ്നാട്ടിലെ മധുരയിലാണ് പാർട്ടി കോൺഗ്രസ് ചേരുന്നതിന് തീരുമാനിച്ചത്. ഇവിടെ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ കൊല്ലത്ത് വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്.
ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാറ്. ഇല്ല, ഫണ്ട് കൊടുക്കാൻ അഭ്യർത്ഥിക്കാൻ മാത്രമേ. അതായത് ഫണ്ട് പിരിക്കുന്നില്ല. ഓരോരുത്തരോടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവരുടെ കഴിവിനനുസരിച്ച് സംഭാവന നൽകണമെന്ന് പറയുകയും ഞങ്ങൾ കളക്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ 25 ലക്ഷം രൂപ കൊടുത്തു. 25 ലക്ഷം. കേരള പാർട്ടി 25 ലക്ഷം കൊടുത്തു. അതല്ലേ ഞാൻ പറഞ്ഞത്, കള്ളപ്രചരണമാണ്. എല്ലാം ഓടിച്ച് വിധേയമായി എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടക്കുന്ന ഒന്നാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട്. പ്രധാനമന്ത്രിയുടെ ഫണ്ടാണ് ഒന്നും ആരും അന്വേഷിക്കാതിരിക്കുന്നത്. ഇവിടെ എല്ലാവരും വൃത്തിയായിട്ട് പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ ഒരു പ്രശ്നവും ഉണ്ടാകുന്നതല്ല. DYFI 25 വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. നിരവധി സംഘടനകൾ ഇപ്പോഴും തന്നെ ഭൂമി അതുപോലെ തന്നെ വീട് ഒക്കെ വെച്ച് കൊടുക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ആരുടെ സന്നദ്ധതയെയും ഗവൺമെൻറ് തള്ളിക്കളഞ്ഞിട്ടില്ല. പുനരധിവാസത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ എവിടെയാണ് ഭൂമി എന്നൊക്കെ നോക്കി ആവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാം എന്നാണ് ഗവൺമെൻറ് കാണുന്നത്. വലിയ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം അവിടെ വേണ്ടി വരും. അവിടെ ഈ 3 മലയിലും ഇനി മനുഷ്യർക്ക് താമസിക്കാൻ സാധിക്കുന്ന ഒരു നിലയല്ല ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉരുൾപൊട്ടിയ മേഖലയിൽ ഇനി ജനവാസം അത്ര എളുപ്പമല്ല. അതിൻ്റെ 2-3 കിലോമീറ്റർ ഇപ്പുറമാണ് കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടിയത്. അതിപ്പോൾ അവിടെ എങ്ങനെ കിടക്കുകയാണ്, ചോർന്നു പോയ ഒരു മല തരിശായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ പുനരധിവാസം നടത്തേണ്ടി വരും. അതിന് മുഖ്യമന്ത്രിയും എല്ലാ കക്ഷി നേതാക്കളും ചേർന്നുകൊണ്ടുള്ള വളരെ ഫലപ്രദമായി അവരിടപെടൽ വേണ്ടി വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. യോജിച്ച സ്ഥലമൊക്കെ ഉണ്ട്. യോജിച്ച സ്ഥലം നമുക്ക് കാണാൻ കഴിയും, കണ്ടെത്താൻ കഴിയും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു 572 മില്ലി ലിറ്റർ മഴയൊക്കെ പെയ്താൽ എവിടെയായാലും പൊട്ടിപ്പോകും. അതാണ് അതിൻ്റെ ഒരു മേഘസ്ഫോടനം പോലെയാണ് അവിടെ വന്ന് പതിക്കുന്നത്. ചെറിയ മഴയല്ല, വലിയ മഴയാണ്. അപ്പോൾ അതാണിങ്ങനെ ഒഴുകി പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് എത്രയോ കിലോമീറ്റർ ഇപ്പോഴാണ് ഈ അപകടം മുഴുവൻ സംഭവിച്ചത്. കളവ് മാത്രമേ പറയുള്ളൂ. അതിനെയാ പറയാ RSSും BJPയും ഉദ്ധരിക്കുന്ന കണക്കുണ്ടല്ലോ, ആ കണക്കെല്ലാം ശുദ്ധ കളവാണ്. അല്ലാണ്ട് അത് ഉദ്ധരിച്ചിട്ട് വേറെ കാര്യമില്ല. ഇങ്ങനെയാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവർ. അതെയൊന്ന് അമ്മാതിരിക്കാണ്. അതിനൊന്നും ഒരു തരത്തിലുള്ള മനുഷ്യത്വമില്ല. കേവല രാഷ്ട്രീയമാണ്, സങ്കുചിത രാഷ്ട്രീയം. ഈ സങ്കുചിത രാഷ്ട്രീയം അവതരിപ്പിക്കാൻ വേണ്ടി ശുദ്ധ കളവ് പറയും. അതാണ് RSSൻ്റെ രീതി. തളിപ്പറമ്പ് ബ്ലോക്ക് ഒരു സിനിമ DYFI ബന്ധപ്പെട്ട് അവർ ഈ കലക്ഷൻ നിഖില അത് അങ്ങോട്ട് വന്നത് RSSൻ്റെ ക്യാമ്പാണെന്നാണ്. നിഖില അത് അവിടെ UPയിലൊക്കെ പ്രചരിപ്പിച്ചത് RSSൻ്റെ ക്യാമ്പാണെന്നാണ്. എന്തും ചെയ്യും, യാതൊരു നീതിബോധവുമില്ലാത്ത ഒരു സെറ്റാണ്. ശരി, അതേ സമയമാകുമ്പോൾ തന്നോട്ടെ, ഇനിയും സമയമുണ്ട്. കേരളത്തോട് യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് ഒരിക്കലും കഴിഞ്ഞ 2 പ്രളയം വന്നപ്പോഴും സഹായിച്ചിട്ടില്ല. നമുക്ക് തന്ന അരി പോലും അതിൻ്റെ പൈസ പിന്നീട് വാങ്ങുക ചെയ്തു. അങ്ങനത്തെ ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ നിലപാടതല്ല. ഒരു മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ ഒരു പരിപാടിയാണ് കേരളത്തിലെ മുഴുവൻ മനുഷ്യർ ഒറ്റക്കെട്ടായി. അതിൽ
പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു മാനവികതയെ ഉയർത്തിപ്പിടിച്ച ഒരു സന്നദ്ധ പ്രവർത്തനമാണ്. കഠിനാധ്വാനം ചെയ്യുന്ന പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അതുപോലെ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളുടെയും NDR ഉൾപ്പെടെ അവരെല്ലാം നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ആ സമ്മേളനം നേടിയിട്ടൊന്നുമില്ല. ഇത് സമ്മേളനം ഇപ്പോഴേ തുടങ്ങാൻ പോകുന്നില്ല. ബ്രാഞ്ച് സമ്മേളനം മുതൽ തുടങ്ങില്ല. കൊല്ലം വേണ്ടായിരുന്നു. കൊല്ലത്ത് കുറേ ഈ സമ്മേളനം നടക്കാതെ. ബാക്കി എല്ലാ സ്ഥലത്തും സമ്മേളനങ്ങൾ ഒന്നുകിൽ അഖിലേന്ത്യാ സമ്മേളനം അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിനും നടന്നിട്ടുണ്ട്. എറണാകുളം മുതൽ അങ്ങോട്ട് കണ്ണൂർ വരെയുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം കൊല്ലത്താവട്ടെ എന്ന് വേണ്ട.